പ്രിയപ്പെട്ടവരെ, ഇസ്രായേലിന്റെ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിനെ ഏറ്റവും കൂടുതൽ പ്രഹരമേൽപ്പിച്ച ഒരു ആക്രമണമാണ് ഇറാൻ കഴിഞ്ഞ ദിവസം നടത്തിയത്. ഇസ്രായേലിന്റെ സഹറ അൻ നഖബ് എന്നറിയപ്പെടുന്ന ബെയ്റൂത്ത് പ്രധാനപ്പെട്ട ഒരു കെമിക്കൽ ഫാക്ടറിക്ക് നേരെയാണ് ആക്രമണം നടന്നത്. ഈ കെമിക്കൽ ഫാക്ടറിക്ക് നേരെ ആക്രമണം നടന്നതിന് ശേഷം ശക്തമായ മുന്നറിയിപ്പാണ് ആ ഭാഗത്തുള്ള ജനങ്ങൾക്കെല്ലാം നൽകിയിരിക്കുന്നത്. ഈ ആക്രമണത്തെ തുടർന്ന് വലിയ തോതിലുള്ള അപകടകരമായ വാതക ചോർച്ച ഉണ്ടാവുകയും ആളുകളോട് ശക്തമായി ജാഗ്രത പുലർത്താൻ വേണ്ടി അതോറിറ്റി ആവശ്യപ്പെടുകയും ചെയ്തു. പരിസരത്തെ വീടുകളിൽ താമസിക്കുന്ന ആളുകൾ ജനലുകൾ, വിൻഡോകൾ പോലും അടച്ചിടണമെന്ന് പ്രത്യേകമായ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഇറാനിൽ ഇത്തരമൊരു ഫാക്ടറിക്ക് നേരെ ആക്രമണം നടത്തിയതിന് തിരിച്ചടിയായിരുന്നു ഇറാൻ നടത്തിയത്. നമുക്കറിയാം, കഴിഞ്ഞ ദിവസം ഇസ്രായേൽ ഇറാനിലുള്ള പെട്രോ കെമിക്കൽ പ്ലാന്റിന് നേരെ ആക്രമണം നടത്തിയിരുന്നു. എന്നാൽ അതിന് തിരിച്ചടിയായി ഇസ്രായേലിന്റെ ഹൈഫയിലുള്ള പെട്രോ കെമിക്കൽ പ്ലാന്റിന് നേരെ ഇറാൻ അതിശക്തമായ ആക്രമണം നടത്തിയിരിക്കുകയാണ്. ഇപ്പോഴും തീ ഉയരുന്നതിന്റെ ദൃശ്യങ്ങൾ സോഷ്യൽ മീഡിയകളിൽ പ്രചരിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ കൃത്യമായ രൂപത്തിലുള്ള ആക്രമണങ്ങൾ ഇറാന്റെ ഭാഗത്ത് നമുക്ക് കാണാൻ സാധിക്കും. ഈ വീഡിയോയിൽ തന്നെ നിങ്ങൾക്ക് കാണാം, കഴിഞ്ഞ ദിവസം നടന്ന കെമിക്കൽ പ്ലാന്റിൽ നടത്തിയ ആക്രമണമാണ്. ഈ ബിൽഡിങ്ങിൽ എത്ര കൃത്യമായാണ് ഇറാന്റെ മിസൈലുകൾ പതിച്ചത് എന്നത് ഈ വീഡിയോയിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതിനിടയിൽ നമ്മുടെ പ്രേക്ഷകരായ പല ആളുകൾക്കും ഉപകാരപ്പെടാവുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം ഓർമ്മപ്പെടുത്തുകയാണ്. സൗജന്യമായ ഇംഗ്ലീഷ് പഠനത്തോടൊപ്പം നമ്മുടെ കുട്ടികൾക്കുള്ള മദ്രസ പഠനവും കൂടെ നൽകുന്ന കേരളത്തിലെ ഏക സ്ഥാപനമാണ് ത്വയ്ബ അക്കാദമി. മറ്റുള്ള എല്ലാ സ്ഥാപനങ്ങളിൽ നിന്നും വ്യത്യസ്തമായി രണ്ട് പ്രത്യേകതകളാണ് ഈ സ്ഥാപനത്തിനുള്ളത്. ഒന്നാമത്തേത്, ഓരോ കുട്ടികളെയും ഇനീഷ്യൽ അസസ്മെന്റ് നടത്തി പ്രത്യേകമായ ഇൻഡിവിജ്വൽ എഡ്യൂക്കേഷൻ പ്ലാൻ തയ്യാറാക്കിക്കൊണ്ടാണ് ഈ കുട്ടികളെ പഠിപ്പിക്കുന്നത്. മദ്രസയിലേക്ക് തന്നെ പലപ്പോഴും എൻക്വയറി നടത്തുന്ന സമയത്ത് ചില കുട്ടികൾക്ക് ഖുർആൻ ഓതാൻ അറിയില്ല, വായിക്കാൻ അറിയുന്നില്ല, ക്ലാസ് 4ലോ 5ലോ എത്തിയിട്ടുണ്ട് എന്നൊക്കെ പരാതിപ്പെടുന്ന പല ആളുകളുണ്ട്. അങ്ങനെയുള്ള കുട്ടികളെയെല്ലാം ഇതിലൂടെ നമുക്ക് അസസ്മെന്റ് സെഷൻ നടത്തി ആ കുട്ടിയെക്കുറിച്ച് കൃത്യമായി മനസ്സിലാക്കി അതിനനുസരിച്ചുള്ള ഒരു എഡ്യൂക്കേഷൻ പ്ലാനാണ് മദ്രസ തയ്യാറാക്കുന്നത്. രണ്ടാമത്തെ കാര്യം, ഫ്രീ ഇംഗ്ലീഷ് ലേണിംഗ്. നമ്മുടെ കുട്ടികൾക്ക് സ്കൂളിലാണെങ്കിലും ഏറ്റവും ഉന്നതമായ സ്ഥാനത്തെത്താൻ അവരെ പര്യാപ്തമാക്കുന്ന ഒരു രീതിയാണ് ഈ പ്ലാനിങ്ങിലൂടെ അക്കാദമി തയ്യാറാക്കുന്നത്. കുട്ടികൾക്ക് ഫ്ലുവൻ്റ് ആയി വായിക്കാനും സംസാരിക്കാനും അതോടൊപ്പം ഇംഗ്ലീഷ് ഗ്രാമറുകളെല്ലാം പഠിപ്പിക്കുന്ന രീതിയാണ്, അത്തരത്തിലൊരു സിലബസ് ആണ് ഇതിൽ തയ്യാറാക്കിയിട്ടുള്ളത്. നമ്മൾ വിദേശത്തായതുകൊണ്ടോ അല്ലെങ്കിൽ മദ്രസയിൽ പഠിപ്പിക്കാൻ എന്തെങ്കിലും രീതിയിൽ തടസ്സം നേരിടുന്ന ആളുകൾക്കോ ഇതൊരു പക്ഷേ വലിയ ഉപകാരമാകാനുള്ള സാധ്യതയുണ്ട്. എന്നാൽ മദ്രസയോടൊപ്പം തന്നെ അവർക്ക് ഇംഗ്ലീഷും ലഭിക്കുന്നു എന്നതാണ് കേരളത്തിൽ ഓൺലൈൻ രംഗത്ത്, മദ്രസ രംഗത്ത് ഈ സ്ഥാപനത്തിന്റെ മാത്രം പ്രത്യേകത.